നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ എക്സൈസിന് അധികാരം നൽകുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിക്കുമെന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖരദാസ് കമ്മീഷൻ. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധമിരമ്പി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കാടാങ്കോട്ട് ഒരുങ്ങുന്നു. കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വെബ്സൈറ്റ് തുറന്നു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നിക്ഷേപ സംഗമം നടന്നു. കാഞ്ഞിരപ്പുഴയിൽ സ്കൂളിന്റെ ചരിത്രം പകർത്തി മഷിത്തണ്ട് ഡോക്യുമെന്ററി പ്രകാശനം നടന്നു. കണ്ണീരോടെ കാത്തിരുന്നിട്ടും മകൻ മടങ്ങിയെത്തിയില്ല. സീതാങ്കോളിയിലെ വൃദ്ധ ദമ്പതികൾ നൊമ്പര കാഴ്ചയാവുന്നു. വാർത്തകൾ വിശദമായി. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ എക്സൈസിന് അധികാരം നൽകുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖരദാസ് കമ്മീഷൻ. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുവാനായി സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ചന്ദ്രശേഖരദാസ് കമ്മീഷൻ കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തി. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി പി ശശി പരാതിയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ മദ്യത്തിന്റെ നിർമ്മാണവും വിതരണവും നിയന്ത്രിക്കാനുള്ള അധികാരം മാത്രമാണ് എക്സൈസ് വകുപ്പിനുള്ളത്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ എക്സൈസ് വകുപ്പിന് അധികാരം കിട്ടിയാൽ മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്ന് ശശി പരാതിയിൽ പറയുന്നു. നിലവിലെ സാഹചര്യപ്രകാരം മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ എക്സൈസ് വകുപ്പിന് അധികാരമില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഈ ആവശ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കമ്മീഷൻ ഉറപ്പു നൽകി. റോഡിന്റെ ഇരുവശത്തും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അനുവദിക്കുന്നത് തടയണമെന്ന് മാണിക്കോ സ്വദേശി MP മുഹമ്മദ് പരാതിയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ റോഡിന്റെ ഇരുവശത്തും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി. സിറ്റിംഗിൽ കമ്മീഷൻ അഡ്വക്കേറ്റ് പുളിക്കൂൽ അബൂബക്കർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, സംഘടനാ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സബ്സിഡി നേരിട്ട് നൽകുക, മരുന്നുവില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ഇ പത്മാവതി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ഇതേ തീരുമാനം അന്ന് ഗവൺമെന്റ് എടുത്തതാണ്. അതിനെതിരായി അതിശക്തമായിട്ട് മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മഹിളാ സംഘടനകൾ, രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾ, ആ പാർട്ടികളൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോഴാണ് സബ്സിഡി വീണ്ടും ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുന്നത് നേരിട്ട് നൽകുന്നതിനുള്ള തീരുമാനം അന്ന് UPA സർക്കാർ എടുത്തത്. അന്ന് അതിന് സാധ്യതയായിട്ട് സമരം ചെയ്തവരിൽ BJP-ക്കാരുണ്ട്. പാചകവാത സബ്സിഡി ബാങ്ക് അക്കൗണ്ട്. സുനു ഗംഗാധരൻ അധ്യക്ഷയായി. KV ലക്ഷ്മി, P നാരായണി, TV പത്മിനി, ജാനകിക്കുട്ടി, KT സാവിത്രി, K രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, പാചകവാതക സിലിണ്ടർ സബ്സിഡി നേരിട്ട് നൽകുക, മരുന്നുവില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. 20 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള 89 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട സർക്കാർ സ്വാഭാവികമായിട്ടും ഈ സബ്സിഡികളെല്ലാം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് പൊതുവിതരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഗവൺമെന്റ് എടുത്തപ്പോഴാണ് ആ സർക്കാരിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തിനകത്ത് ഉയർന്നു വന്നത്. ആ പ്രക്ഷോഭത്തെ കണ്ണില്ലാതെ നടിക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും ജനങ്ങളുടെ കോടതിയിൽ വെച്ച്, ജനകീയമായ കോടതിയിൽ വെച്ച് കോൺഗ്രസിനെതിരായിട്ടുള്ള വലിയ വികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചു. മണി G നായർ അധ്യക്ഷത വഹിച്ചു. M സുമതി, P ജാനകി, K ഇന്ദിര, M പത്മാവതി തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കാടാങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. കലോത്സവ വിശേഷങ്ങൾ കൈമാറാനുള്ള വെബ്സൈറ്റ് തുറന്നു.
അടുത്ത മാസം 5 മുതൽ 9 വരെയാണ് കലോത്സവം. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ, മത്സരക്രമം, മത്സരഫലങ്ങൾ എന്നിവയെല്ലാം അറിയാനാകുന്ന തരത്തിലാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ഫിഷറീസ് ഹൈസ്കൂൾ ഒരു കാലത്ത് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്കൂളായിരുന്നു. പിന്നീട് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും പരിശ്രമഫലമായിട്ടാണ് ഇവിടെ ഹൈസ്കൂൾ കെട്ടിടം വന്നത്. സ്കൂളിൻ്റെ അഭിവൃദ്ധി ഉത്തരോത്തരം ഉയർന്നു. ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ, KV കുഞ്ഞിരാമൻ, ലത്തീഫ് നീലഗിരി, TC കുഞ്ഞബ്ദുള്ള, K സുരേഷ് എന്നിവർ സംസാരിച്ചു. നാരായണൻ നമ്പൂതിരി സ്വാഗതവും ജനാർദ്ദനൻ ചാമുണ്ടി നന്ദിയും പറഞ്ഞു. www.kalotsavam.kasaragod.in എന്നതാണ് വിലാസം. കണ്ണും നട്ട് കാത്തിരുന്നിട്ടും മകൻ തിരിച്ചെത്തിയില്ല. ദുബായിലേക്ക് പോയ മകനെ കാത്തിരിക്കുന്ന വൃദ്ധ മാതാപിതാക്കൾ സങ്കടക്കാഴ്ചയാവുന്നു. സീതാങ്കോളിയിൽ മുഗൂർ റോഡിലാണ് ഈ സങ്കടക്കാഴ്ച. 16 വർഷങ്ങളായി മകന്റെ മടങ്ങിവരവനായി പ്രാർത്ഥിക്കുന്ന ആസ്യമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരുപ്പയും ഉമ്മയും വഴിക്കണ്ണുമായി മകനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്ന് അവസാനിക്കുമെന്നറിയാത്ത ഈ കാത്തിരിപ്പിനും 8 വർഷങ്ങൾ കഴിയുന്നു. ദുബായ് എന്ന മഹാനഗരത്തിൽ സ്വപ്നങ്ങളുടെ ഒരു ലോകം സ്വന്തമാക്കാനായി യാത്ര പറഞ്ഞിറങ്ങിയ ഇവരുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് ഇന്നെവിടെയാണെന്ന് ആർക്കും അറിയില്ല. ദുബായിലെ ഒരു ഹോട്ടലിലായിരുന്നു ജോലി. കുറച്ചുകാലം ഫോൺ വിളിയുണ്ടായിരുന്നു. പെട്ടെന്നൊരു നാൾ എല്ലാം നിലച്ചു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ മാത്രമല്ല, അവരുടെ ആഹ്ലാദങ്ങളും ആരവങ്ങളും കൂടിയാണ് അതോടെ നഷ്ടപ്പെട്ടത്. പിന്നീട് മുഗുറോട്ടിലെ ഈ വീട്ടിൽ സങ്കടങ്ങൾ മാത്രമാണ് പെയ്തിറങ്ങിയത്. മകന്റെ ഫോട്ടോയും നോക്കി സദാസമയവും ഈ പിതാവ് അവൻ യാത്ര പറഞ്ഞിറങ്ങിയ വഴികളിൽ കാത്തിരിക്കാൻ തുടങ്ങി. മകനെ ചൊല്ലിയുള്ള വേദനകളിൽ ഇന്ന് അബ്ദുല്ല ഹാജിക്കില്ലാത്ത രോഗങ്ങളില്ല. മാസത്തിൽ മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിലാണ്. എന്നിട്ടും മകന്റെ വിരഹത്തോളം തീവ്രമായ വേദനയില്ലെന്ന് മുറിഞ്ഞു പോകുന്ന വാക്കുകളിൽ അബ്ദുല്ല ഹാജി പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഭാഷ ആവശ്യമില്ലാതായിത്തീരുന്നു. സങ്കടങ്ങൾ ആരോട് പറയണമെന്നറിയാതെ എല്ലാം സഹിച്ച് ഈ ഉമ്മ ചോദിക്കുന്നതും മകൻ എവിടെയാണെന്നാണ്. പോയിട്ട് 8 വർഷത്തിലേക്കായിരുന്നു. എനിക്ക് കറക്റ്റ് പേരുണ്ട്. മുമ്പ് പോയിട്ട് ഒരു 2 കൊല്ലം തമ്മിലെല്ലാം വിളിച്ചിരുന്നു. പിന്നെ 6 പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വരുന്നത് എടുത്തിട്ട് വരുന്നമ്മ എന്നല്ല പറഞ്ഞിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറകെ 1 മാസം കഴിയോളം പോകാനേ ഇല്ല. ഞങ്ങളാരോടും അന്വേഷിച്ചു. ഞങ്ങൾക്ക് അറിയുന്നില്ല, ഇയാളെ നോക്കുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും. പ്രിയപ്പെട്ട മകന് വേണ്ടി നെഞ്ചുരുകി കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഇപ്പോൾ സ്ഥിരമായി എത്തുന്ന അതിഥി രോഗങ്ങളാണ്. ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രായം ഏറി വരുന്നു. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വല്ലാത്ത വേദനയാണ്. അത് ശമിപ്പിക്കാനുള്ള മരുന്ന് മകന്റെ മടങ്ങിവരവ് മാത്രമാണ്. പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം അബ്ദുല്ല ഹാജി മറന്നു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും കയ്യിലുള്ള തസ്ബീഹ് മാലയിലെ പ്രാർത്ഥന മകന് വേണ്ടിയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ഉപ്പ കയ്യിലെ തസ്ബീഹ് മാല വിടാതെ പിടിക്കും. ഈ തസ്ബീഹ് മണികൾ കൂട്ടിനുള്ളിടത്തോളം കാലം മകന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ലെന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഭൂമുഖത്തെവിടെയോ അവൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു നാൾ അവൻ ഞങ്ങളെ തേടി വരും. മകനോടുള്ള സ്നേഹം മാത്രമാണ് ഈ ജീവിതം. കിട്ടിയില്ലെന്ന് പറയുന്നത് ഹോട്ടലല്ല, ഹോട്ടൽ. ഓരോ പെരുന്നാളിനും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പുതുവസ്ത്രം വാങ്ങിച്ചു നൽകിയിരുന്നത് സിദ്ദിഖായിരുന്നു. 8 വർഷങ്ങളായി ഒരു പെരുന്നാളിനും ഇവർ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടില്ല. ഉമ്മയുണ്ടാക്കുന്ന ബിരിയാണി ഏറെ ഇഷ്ടമായിരുന്നു അവന്. സിദ്ദിഖിനെ നഷ്ടപ്പെട്ടതിന് ശേഷം രുചിയോടെ ഭക്ഷണം കഴിക്കാൻ ഒരിക്കൽ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ആഘോഷ ദിവസങ്ങളിൽ കൂട്ടക്കരച്ചിലുകൾ മാത്രമാണ് ഇവിടെ നിന്നുയരുന്നത്. പരസ്പരം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വാർദ്ധക്യത്തിന്റെ നൊമ്പരവും വിരഹത്തിന്റെ വേദനയും അനുഭവിച്ച് ഇവർ കാത്തിരിക്കുകയാണ്. കണ്ണുനീരിന്റെ ഭാഷ മാത്രമാണ് ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കിനാവ് കണ്ടു. സലാം പറഞ്ഞ് അവൻ വീട്ടിലേക്ക് കയറി വരുന്ന രംഗം. വാക്കുകൾ നഷ്ടപ്പെട്ട് അബ്ദുല്ല ഹാജി വിങ്ങിപ്പൊട്ടുന്നു. അവനെക്കുറിച്ചുള്ള പ്രതീക്ഷകളിലാണ് ഈ വൃദ്ധന്റെ ഇപ്പോഴുള്ള ജീവിതം. കാണാതാകുമ്പോൾ അവന് 22 വയസ്സായിരുന്നു. ഈ നവംബറിൽ 30 തികഞ്ഞിരിക്കണം. ഒരു കുടുംബമായി ജീവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഏറെ വൈകിയിട്ടില്ല. അവൻ കഷ്ടപ്പെട്ടത് മുഴുവൻ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. അവനെ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ട് കെട്ടിക്കണം.
പ്രാർത്ഥനയും കണ്ണുനീരും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിലെ നിസ്സഹായായ ഒരു ഉമ്മയുടെ സ്വപ്നങ്ങളാണിത്. കാത്തിരിപ്പിന്റെ ദൂരം എത്രയാണെന്ന ചോദ്യത്തിന് ഈ മാതാപിതാക്കൾ ഉത്തരം പറയും. ഒരാൾക്കത് കണ്ണീര് നിറഞ്ഞ 16 വർഷങ്ങളാണെങ്കിൽ മറ്റൊരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അത് പ്രാർത്ഥനകളുടെ നിരന്തരമായ 8 വർഷങ്ങളാണ്. എങ്കിലും എന്തെങ്കിലും ഒരു നാൾ തൻ്റെ പ്രിയപ്പെട്ട മകൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും കാത്ത് ഈ ഉപ്പയും ഉമ്മയും കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ ഗണേഷ് പെക്കിയോടൊപ്പം ഖയ്യുമാന്യ. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സംഗമം നടന്നത്. ചെറുകിട വ്യവസായ സംരംഭകരെ കണ്ടെത്താനും അവർക്കാവശ്യമായ പ്രോത്സാഹനം നൽകാനുമാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ ക്ലാസുകൾ നടന്നു. ബേഡെടുക്ക പഞ്ചായത്ത് സെക്രട്ടറി എം ഗംഗാധരൻ നായർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വ്യവസായ കേന്ദ്രം മാനേജർ ടി ദിനേശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃവിദ്യാലയത്തിന്റെ ചരിത്രം മൊബൈലിൽ പകർത്തി ഒരുക്കിയ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. കാഞ്ഞിരപ്പൊയിൽ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് മഷിത്തണ്ട് ഡോക്യുമെന്ററി പുറത്തിറക്കിയത്. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചരിത്രവും വർത്തമാനവും ഡോക്യുമെന്ററിയാക്കി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ ശ്രദ്ധേയമായി. മഷിത്തണ്ട് എന്ന് നാമകരണം ചെയ്ത ഡോക്യുമെന്ററി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 24 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും ജിതേഷ് ദൃശ്യയാണ്. ജ്യോതിഷ് കുമാർ, എം ശ്രീജിത്ത്, രാഹുൽ, സുകേഷ്, നവീൻ, സഫാൻ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത്. മഷിത്തണ്ട് ഡോക്യുമെന്ററിയുടെ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ മനോജ് ഖാന പ്രധാന അധ്യാപകൻ എ നാരായണൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. വാർഡംഗം വി കമലം അധ്യക്ഷയായി. മുൻ പ്രധാന അധ്യാപകൻ കരുണാകരൻ മാസ്റ്റർ, കൊടക്കാട് നാരായണൻ, കെ രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗണ്ട് ആൻഡ് ടെക്നീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ കാലിക്കടവിൽ സമാപിച്ചു. ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ധനസഹായം 5 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കൺവെൻഷൻ TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് സംഘടിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ മാളുകളെ പോലെ പണിയെടുക്കാൻ വയ്യ. 20 മണിക്കൂർ പണിയെടുത്താൽ കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല, മക്കളെ പോറ്റാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പണിയെടുത്താൽ ഞങ്ങൾക്ക് വിശ്രമിക്കണ്ടേ, ഞങ്ങൾക്ക് വിനോദം വേണ്ടേ? തൊഴിലുടമ വിനോദിക്കുന്നു, കലാപരിപാടിയിൽ പങ്കെടുക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, 8 മണിക്കൂർ നന്നായി ഉറങ്ങുന്നു, 8 മണിക്കൂർ നേരം കമ്പനിക്കകത്ത് വരുന്നു. പണിയെടുക്കുന്ന തൊഴിലാളി 12-20 മണിക്കൂർ നേരം തുടർച്ചയായി പണിയുന്നു. അങ്ങനെയാണ് തൊഴിലാളി സംഘടിച്ച് പറഞ്ഞ് പറ്റില്ല. ഞങ്ങൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം നയമുണ്ടാക്കണം. സമരം നടത്തിയപ്പോൾ അധികാരം വെടിവെപ്പ് നടത്തി. മാർഗം കഴിച്ചുകൊണ്ട് തൊഴിലാളി തന്നെ വെടിവെച്ച് കൊന്നു തൊഴിലാളിയെ. നിങ്ങൾക്ക് അവകാശം ചോദിക്കാൻ അവകാശമില്ല, നിങ്ങൾക്ക് അർഹതയില്ല, നിങ്ങൾ മാടുകളെ പണിയെടുത്തോളണം. പക്ഷേ വെടിവെടുക്കുള്ള തൊഴിലാളിയുടെ ശവശരീരവും കയറി 14,000 തൊഴിലാളി വീണ്ടും 2ാം ദിവസം മോളിക്ക് മാർച്ച് ചെയ്തു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന സാർവജനികമായ നിയമമുണ്ടായത്. KV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. TV ജയചന്ദ്രൻ, TV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രേഡ് യൂണിയൻ എന്തിന്, പുരോഗമന പ്രസ്ഥാനങ്ങളും തൊഴിലാളി വർഗ സംഘടനകളും എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടന്നു. TK രാജൻ, ഡോക്ടർ VPP മുസ്തഫ, TV ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിക്കാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഒറ്റക്കോല മഹോത്സവം ഏപ്രിൽ 25, 26 തീയതികളിൽ നടക്കും. നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നെല്ലിക്കാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാന ഒറ്റക്കോല മഹോത്സവം ഏപ്രിൽ 25, 26 തീയതികളിൽ നടക്കും. ഒറ്റക്കോല മഹോത്സവത്തിന് മുന്നോടിയായി നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു.
നാൾമരം മുറിക്കൽ ചടങ്ങിന് പക്കീരൻ വെളിച്ചപ്പാടൻ, ഗംഗാധരൻ വെളിച്ചപ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിൻഡിക്കേറ്റ് ബാങ്കും TVS യൂണിവേഴ്സൽ ഗ്രൂപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വാഹന വായ്പാ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി മുഖാന്തരം 34 ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്യും. നുള്ളിപ്പാടിയിൽ നടന്ന പരിപാടി സിൻഡിക്കേറ്റ് ബാങ്ക് ഫീൽഡ് ജനറൽ മാനേജർ KT റൈ ഉദ്ഘാടനം ചെയ്തു. ಲೋನ್ ತೆಗೆದು ಹಿಂದಿನ ದಿನಗಳಲ್ಲಿ ಲೋನ್ ತೆಗೆದೊಂದು ಒಳ್ಳೆಯ ವಿಷಯ ಆಗಿರಲಿಲ್ಲ. ಬಟ್ ಈ ದಿನಗಳಲ್ಲಿ ಯಾವುದೇ ತರದ ಲೋನ್, ಮನೆ ಕಟ್ಟೋದಾಗ್ಲಿ ಅಥವಾ ವೆಹಿಕಲ್ ಲೋನ್ ಇರಲಿ ಅಥವಾ ಒಂದು ಮಕ್ಕಳಿಗೆ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕಾಗ್ಲಿ ಅಥವಾ ಒಂದು ಉದ್ಯೋಗಕ್ಕೆ, ಈಗ ಲೋನ್ ತೆಗೆಯೋರು ಸುಮ್ಮನೆ ಖರ್ಚಿಗೆ ಯಾರು ಲೋನ್ ತೆಗೆಯೋಲ್ಲ, ಒಂದು ಉದ್ಯೋಗ. ಸೊ ಆ ನಿಟ್ಟಿನಲ್ಲಿ ಈ ದಿವಸ ಸಿಂಡಿಕೇಟ್ ಬ್ಯಾಂಕ್ನಿಂದ ಲೋನ್ ತೆಗೆದುಕೊಂಡು ರಿಕ್ಷಾ, ಎಲ್ಲ ಡೀಸೆಲ್ ರಿಕ್ಷಾಗಳು ಈ ಲೋನ್ ತೆಗೆದುಕೊಳ್ತಾ ಅಂತ ನಿಮ್ಗೆಲ್ರಿಗೂ ಬ್ಯಾಂಕಿನ ಪರವಾಗಿ ಹಾರ್ದಿಕ ಅಭಿನಂದನೆಗಳು. സിൻഡിക്കേറ്റ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗണേശൻ, സീനിയർ മാനേജർ ശ്രീകുമാർ, TVS മോട്ടോർ ടെറിട്ടറി മാനേജർ P സൂരജ്, രാമചന്ദ്രൻ, കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം 34 ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. കവിയത്രിയും കായിക താരവുമായിരുന്ന തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ KV ആതിരയെ സാഹിത്യ സമന്വയ വേദി അനുസ്മരിച്ചു. ചെറുവത്തൂർ നിത്യാനന്ദ പീഠത്തിലായിരുന്നു അനുസ്മരണം. സുകുമാരൻ പിരിയച്ചൂർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കല എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പക്ഷെ നമ്മുടെ കുട്ടികളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു വാക്കാണ്, പക്ഷെ അറിയുകയും ചെയ്യാം. എങ്ങനെ അത് പറയണമെന്ന് ചോദിച്ചാൽ, കല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാള അർത്ഥം മായ്ക്കാൻ കഴിയാത്തത് എന്നാണ് അതിൻ്റെ പച്ച മലയാളം. അതാണ് കല എന്ന് പറഞ്ഞത്, മായ്ക്കാൻ കഴിയാത്തത്. ഉദാഹരണമായിട്ട് ഇപ്പം കിരീടം എന്ന സിനിമയിൽ മോഹൻലാല് കീരിക്കാടൻ ജോസിനെ അടിച്ച് കൊല്ലുന്നത് അദ്ദേഹം അറിയുന്നില്ല. അപ്പോഴേ ജനക്കൂട്ടം അദ്ദേഹത്തെ എടുത്ത് അമ്മാനമാടിയിട്ട് പറയുകയാണ് കീരിക്കാടൻ ചത്തേ, കീരിക്കാടൻ ചത്തേ എന്ന് പറയുമ്പോൾ ജനം ആഹ്ലാദിക്കുന്നു. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സേതു അവിടെ ജനക്കൂട്ടം എടുത്ത് അമ്മാനമാടുമ്പോൾ ആ സേതുവിൻ്റെ മുഖത്തുണ്ടാകുന്ന നവരസങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. ആ മായാതെ കിടക്കുന്നത് കൊണ്ട് അതിനെ മോഹൻലാൽ എന്ന കലാകാരൻ അവിടെ നയിക്കുന്നു. മോഹൻലാൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കിരീടത്തിലെ ആ രംഗമാണ്, നവരസങ്ങൾ അഭിനയിക്കുന്ന മോഹൻലാൽ. ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കവിതാ രചനാ മത്സര വിജയികൾക്ക് കവി മാധവസ്വാമി ആതിര സ്മാരക പുരസ്കാരം വിതരണം ചെയ്തു. നിരഞ്ജനായെ, സായുജ്യ വിജയൻ, വിധു വിനയൻ എന്നിവർ മത്സരത്തിൽ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങൾ നേടി. RK മണ്ണൂർ, മധു S നായർ, പപ്പൻ ചെറുതാഴം, പാണപ്പുഴ പത്മനാഭൻ പണിക്കാർ, EV ആനന്ദകൃഷ്ണൻ, രാധാകൃഷ്ണൻ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും നടന്നു. ട്രെയിൻ വിവരവും സമയവും അറിയാൻ ഒരു കൈപ്പുസ്തകം. റെയിൽവേ യാത്രക്കാരുടെ കൂട്ടായ്മയായ മലബാർ റെയിൽ യൂസേഴ്സ് അസോസിയേഷനാണ് കൈപ്പുസ്തകം തയ്യാറാക്കി സ്ഥിരം യാത്രക്കാരിലെത്തിച്ചത്. ഇനി എപ്പോഴാണ് ഇവിടെ നിന്നും വണ്ടിയുള്ളത് എന്ന ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി ചെറിയൊരു കാർഡിൽ രേഖപ്പെടുത്തി തീവണ്ടി യാത്രക്കാർക്ക് നൽകുകയാണ് മലബാർ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ കമ്മിറ്റി. തീവണ്ടികൾ ഓരോ സ്റ്റേഷനിലും എത്തുന്ന സമയം, സീസൺ ടിക്കറ്റ് നിരക്കുകൾ, തീവണ്ടി യാത്രയ്ക്കിടയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എന്നിവയെല്ലാം കാർഡിലുണ്ട്. തിരുവനന്തപുരത്തിനും മംഗലാപുരത്തിനും ഇടയിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും ഓരോ വണ്ടിയും എത്തുന്ന സമയവും മൂകാംബിക റൂട്ടിലേക്കുള്ള വണ്ടികളുടെ സമയവും കാർഡിലുണ്ട്. എന്നും കേശിയിൽ കരുതാനാകും വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പതിവ് യാത്രയ്ക്കിടയിൽ ഓരോ കമ്പാർട്ട്മെന്റുകളിലും എത്തി യാത്രക്കാർക്ക് കാർഡ് കൈമാറുകയാണ് അസോസിയേഷൻ പ്രവർത്തകർ. 3500ഓളം കാർഡുകൾ ആദ്യ ദിനത്തിൽ തന്നെ വിതരണം ചെയ്തു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പാളും തീവണ്ടിയിലെ പതിവ് യാത്രക്കാരനുമായ ഡോക്ടർ PV കൃഷ്ണകുമാർ മെട്രോ ടൈം ടേബിളിന്റെ പ്രകാശനം നിർവഹിച്ചു. ലത്തീഫ് നീലഗിരി ഏറ്റുവാങ്ങി. അത് യഥാർത്ഥത്തിൽ മുൻകാലത്ത് ഏറ്റവും വലിയ വികസനം ഉണ്ടായിരുന്ന സ്റ്റേഷനിൽ നമ്മുടേതായിട്ടുള്ള ഒരു പ്രയാസം കൊണ്ട് തന്നെ നമ്മൾ വേണ്ടത്ര കരയാത്തതുകൊണ്ട് തന്നെ പാടുണ്ടാകുന്ന അവസ്ഥയുള്ള കാലമാണ്. P കരുണാകരൻ MPയുടെ അനുവാദത്തോടുകൂടി തന്നെ അവർ പറയുകയുണ്ടായി. തീർച്ചയായും നമുക്ക് ജനറൽ മാനേജർ അവിടുന്ന് നമുക്ക് കൃത്യമായ ഒരു മറുപടി പറയുകയുണ്ടായി. സാധാരണ നമ്മുടെ റീജിയണിൽ നിന്നാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചെന്നൈ ആസ്ഥാനമായി ഉള്ള ഡിവിഷനിൽ നിന്ന് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇതിനെ സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. M ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. KP രാമകൃഷ്ണൻ, ശങ്കർ ബാബു, ബാലകൃഷ്ണൻ കണ്ണോത്ത്,
സുനിൽകുമാർ, CK രഘുനാഥ്, K മനോജ് എന്നിവർ സംസാരിച്ചു. M ഭാസ്കരൻ പ്രസിഡന്റും KP രാമകൃഷ്ണൻ സെക്രട്ടറിയുമായ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് KV ബാബുരാജ്, PC ജയരാജ്, PP രാജീവൻ തുടങ്ങിയവരും നേതൃത്വം നൽകുന്നു. കാഞ്ഞങ്ങാട്ടെ കൈലാസ് തിയേറ്റർ നിലനിന്ന സ്ഥലത്ത് ടബാസ്കോ ഇൻ കെട്ടിട സമുച്ചയം വരുന്നു. ടബാസ്കോയുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. കൈലാസ് തിയേറ്റർ പൊളിച്ചു നീക്കിയ സ്ഥലത്ത് ടബാസ്കോ ഇൻ കെട്ടിട സമുച്ചയം വരുന്നു. ഫ്ളാറ്റും ഓഫീസ് സൗകര്യങ്ങളും സ്വിമ്മിംഗ് പൂൾ, ഹൈടെക് ജിം, ലിഫ്റ്റ് സൗകര്യങ്ങളോടെയാണ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. മാൾ ഓഫ് ഇന്ത്യയിൽ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. കേരള വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് ഇബ്രാഹിം പാവൂർ, മുഹമ്മദ് പള്ളിപ്പുഴ, ബഷീർ മാളികയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ എക്സൈസിന് അധികാരം നൽകുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിക്കുമെന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖരദാസ് കമ്മീഷൻ. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധമിരമ്പി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കാടാങ്കോട്ട് ഒരുങ്ങുന്നു. കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വെബ്സൈറ്റ് തുറന്നു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നിക്ഷേപ സംഗമം നടന്നു. കാഞ്ഞിരപ്പുഴയിൽ സ്കൂളിന്റെ ചരിത്രം പകർത്തി മഷിത്തണ്ട് ഡോക്യുമെന്ററി പ്രകാശനം നടന്നു. കണ്ണീരോടെ കാത്തിരുന്നിട്ടും മകൻ മടങ്ങിയെത്തിയില്ല. സീതാങ്കോളിയിലെ വൃദ്ധ ദമ്പതികൾ നൊമ്പര കാഴ്ചയാവുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.